പ്രശ്നമല്ല. അതിലാരോടെങ്കിലൊക്കെ പറയാമല്ലോ നമ്മള് വലിയ ഗൂഢാന്തര കാട്ടുകളിൽ കൂടെ ഒക്കെ പോയി. അക്കറുണ്ടല്ലോ അവിടെ. ആണോ? നിങ്ങളെ കാട്ടിന്റെ മക്കളാണോ നടക്കുന്നാല്? പ്രശ്നമില്ല, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, നടക്ക്. നിനക്ക് ഐഡിയ തോന്നുന്നുണ്ടോ? അല്ല ഫോട്ടോ എടുക്കാൻ അങ്ങനെയല്ലോ. ആ ഇത് ശ്രദ്ധിച്ചോളൂ. എന്റെ വീട്ടിൽ ഇഷ്ടംമാരി ഉണ്ട്. അങ്ങനത്തെ അല്ല, വീട്ടിലുണ്ടാവുന്ന സൈസല്ല. വൺ കിടലോ ഇല്ല. ക്യാമറയും ശ്രദ്ധിക്കണം. സിഗ്നൽ എന്നല്ല നിനക്ക്. മനസ്സും ശരീരം ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്നില്ല ലാനോ. കൺട്രോൾ ചെയ്ത് വീഴാൻ പോകുമ്പോ ഞാൻ കണ്ടു. വേറെ ആരും വീണില്ലല്ലോ. വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം. വേറെ ആരും ആ കുഴിയിൽ മുമ്പിലല്ല, എല്ലാരും പോയിട്ട് ആരും കുഴിയിൽ വീണില്ല. എത്ര മാത്രം ഉണ്ട് വീഴും. ഇവിടെ എല്ലാം ശ്രദ്ധിക്കാണ്ടിരിക്കണു മനസ്സാ. ഓ എത്ര അതിന്റെ ഇടയിൽ കൂടെ പോയോ? എനിക്ക് പരന്ന് തന്നെ പോകാൻ പറ്റും. നീ വാ. ഒരു വടിയുണ്ട്. ഏത് ക്യാമറയാണോ അതോ? കേട്ടോ, ഇത് വിട്ടാ പ്രശ്നം തിരിച്ചടിക്കും. ആ അതിലൊരു രസമില്ല. നമ്മള് വേറെ ആരെയും നയിച്ച പാതയിൽ കൂടെ പോകാൻ നമുക്ക് എപ്പോഴും ഇഷ്ടമല്ലേ. വെല്ലുവിളികൾ അല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടം. വെല്ലുവിളി വേണ്ട. ഇതെന്താണിത്? പാലപ്പൂവാണത്? ആ ഒരെണ്ണം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിനൊരു ഗുമ്മുണ്ടാവില്ല. ടൈപ്പോസ് ഇത് ആന്തൂരിയാണല്ലോ, ഞാൻ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിനക്ക് വഴിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഹലോ. ആ രണ്ട് സൈഡിൽ കേൾക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുന്നേ. അതാ എത്രതാ? ഓ സൂം കൂടി. ഇത് 300 വർഷം പഴക്കമുള്ള തടിയാണ്. ഒരു 310 കിട്ടുമോ? 300 കറക്റ്റ് 300? ഓക്കെ. ആ നീ എന്തിനാ ഈ വടി ഉപയോഗിക്കണേ? മര്യാദയ്ക്ക് നിനക്ക് നടന്നു നീങ്ങിയാ പോരെ? മറ്റേ ഇതിലല്ലോ ഡിസ്കവറിയിലൊക്കെ കാണിക്കില്ലേ, ഈ കാക്ക എടുത്തിട്ട് നോക്കിട്ട് മണത്തിട്ട് ഇപ്പൊ പോയിട്ട് അതേപോലെ കാട്ടുപോത്തിന്റെ താഴടി മാത്രം. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇറങ്ങിപ്പോയെന്ന് മനസ്സിലാവണം. അതെ ക്യാമറമാൻ നീ മൈസെൽഫ്. വേണ്ട വേണ്ട വേണ്ട.